നെന്മാറ ഇരട്ടക്കൊലപാതകത്തിൽ പോലീസിനെതിരെ കുടുംബം ചെന്താമരയ്ക്കെതിരെ പരാതി നൽകിയിട്ടും പോലീസ് സ്റ്റേഷൻ കയറിയിറങ്ങിയിട്ടും കാര്യമുണ്ടായില്ലെന്ന് സുധാകരന്റെ മകൾ മീഡിയ വണ്ണിനോട് പറഞ്ഞു. ഇനിയും കൊല്ലുമെന്ന് അയാൾ പറഞ്ഞിരുന്നു. ചെന്താമരയ്ക്ക് സഹായം ചെയ്യുന്നത് അയാളുടെ സഹോദരനാണെന്നും മാനസിക പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞ് രക്ഷിക്കാൻ ശ്രമിക്കുകയാണെന്നും ബന്ധുക്കളും പ്രതികരിച്ചു. നേരത്തെ ഇങ്ങനെ ഓരോരുത്തരെയും കൊല്ലണം പറഞ്ഞിട്ട് നടക്കുന്നുണ്ട്, കേസ് കൊടുക്കുന്നുണ്ട്, നാട്ടുകാരും കൊടുത്തിട്ടുണ്ട്, ഞാനും കൊടുത്തിട്ടുണ്ട്. എന്താണ് വന്ന് ചോദിക്കാൻ പോകും അത്രേനുള്ളൂ, അല്ലാണ്ട് അയാളുടെ ചീത്ത പറയാ ഒന്നുമേ ചെയ്തിട്ടില്ല. പിന്നെ നമ്മൾ എന്ത് ചെയ്യാനോ? ആകെ ഉള്ള ഒരു ആശ്വാസം പോലീസ് സ്റ്റേഷൻ, ഇനി അതിൽ കയറണോ? മക്കൾ ഇവിടെ ഉണ്ടായിരുന്നില്ല? ഇല്ലല്ല, ചേച്ചി കല്യാണം കഴിച്ചു കൊടുത്തതാ. എനിക്കിവിടെ ഇരിക്കാൻ പേടിയായതുകൊണ്ട് മാത്രം ഞാൻ അമ്മന്റെ അവിടെ പോയത്. അച്ഛൻ വരുമ്പോ ഇല്ലെങ്കിൽ ഞാനും അച്ഛന്റെ കൂടെ വരുന്നതാ. പക്ഷെ ഇയാളുണ്ട്, എനിക്ക് അത് പേടിയായതുകൊണ്ട് മാത്രമാണ് ഞാൻ നെന്മാറയ്ക്ക് വരാം. അച്ഛൻ നെന്മാറയ്ക്ക് വന്നാൽ മതി, ക്ഷേമനിധി ഒപ്പം കെട്ടാ പറഞ്ഞതാ. ഇല്ലെങ്കിൽ ഞാനിവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഞാനും പോയതല്ലേ. ആൾക്കാരുടെ അടുത്തൊക്കെ പറയണ്ട ഇനിയും കൊല്ലണം. അയാളുടെ ഭാര്യ എന്തോ പോയത്. അപ്പൊ നമ്മൾ അയാളുടെ മുമ്പത്ത് സംസാരിച്ചതിന് അയാളുടെ ഭാര്യനെ വിളിച്ച് ഇയാളെ കുറിച്ച് പറയണം എന്ന ചിന്താഗതിയാണ് തോന്നണം. അറിയില്ല, സൈക്കോ മൈൻഡ്. ഇനി അയാളുടെ ഏട്ടൻ ഇയാൾക്ക് പ്രാന്താണ് വേണ്ടി സംരക്ഷിക്കാൻ നിൽക്കുന്നുണ്ട്. അയാളാണ് തോന്നുന്നു പരോളിന് എന്തിനൊക്കെ ഇറക്കാൻ സഹായിച്ചത്. ഞാൻ അവരവിടെ പോയി പറഞ്ഞവേ അയാളെ നിർത്തി പറഞ്ഞു ശിവരാജണ്ണനെയും. അവളെ നോക്കി അവളെ മിണ്ടാതിരിക്കാൻ പറഞ്ഞോളൂ. പെറു പറയണ്ട പറയും, എന്നെ ശ്രദ്ധിക്കണ്ട പറയും, എന്റെ വീട്ടിൽ ശ്രദ്ധിക്കണ്ട പറയും എന്നൊക്കെ പറഞ്ഞിട്ട് അവരെന്റെ അടുത്ത് പറഞ്ഞില്ല. രാജീവിന്റെ ഭാര്യ പറഞ്ഞു, പുഷ്പിച്ചി അങ്ങോട്ട് നോക്കണ്ട, നീ ശ്രദ്ധിക്കണ്ടെന്ന്. ഇന്ന് ജനലിൽ കൂടെ ലൈറ്റ് മറ്റേ 5 മണിക്ക് എണീറ്റ് കുളിക്കാൻ പോയി. കുളിച്ച് വന്നിട്ട് സീറോ ലൈറ്റ് കത്തിച്ച് വെച്ചിട്ട് കാറുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, അമ്മ നീ നോക്കി നിൽക്കണ്ട, അയാൾ ജനലിൽ കൂടെ നോക്കിയിട്ട് അയാൾ അതും ഇതൊക്കെ പറയുന്നുണ്ട് പറഞ്ഞു. എന്നിട്ടാണ് അയാൾ, ഞാൻ വരുമ്പോ അയാൾ അവിടെ നിൽക്കുന്നുണ്ട്. ഞാൻ സാരി കൊടുത്ത് ഇറങ്ങുമ്പോ അവിടെ നിൽക്കുന്നു. ഞാൻ വാതിലടച്ചിട്ടാണ് തുണിയൊക്കെ മാറി വെളിയിൽ ഇറങ്ങിയിട്ട് വന്നുമ്പോ അയാൾ അവിടെ നിൽക്കുന്നുണ്ട്, അയാളുടെ വീട്ടിന്റെ അവിടെ സ്റ്റെപ്പ് പടിയില്. 8 മണിയാകുമ്പോ ഞങ്ങൾ ആ ചാല് വെള്ളം തിരിക്കുമ്പോ മൂപ്പര് അതേ വരുന്നു, വിറകുണ്ടാക്കി കെട്ടിയിട്ട് വരുന്നു. അപ്പൊ എന്താണ് നിങ്ങൾ എന്താ അവിടെ നിൽക്കണമെന്ന് ചോദിച്ചു എന്റെ അടുത്ത്. അപ്പൊ ഞാൻ പറഞ്ഞു, ഞങ്ങൾ വെള്ളം തിരിക്കേണ്ടപ്പോ കണ്ടത്തിൽ വെള്ളമില്ല പറഞ്ഞു. അപ്പൊ അതെ ഇത് എന്നെ കൊല്ലണം പറയുന്നു. എന്റെ സെറ്റപ്പ് ഒന്ന് കാണിച്ചു തരട്ടെ. നീ എന്ത് സെറ്റപ്പ്? നീ നിന്റെ പാട് നോക്കിപ്പോ. എന്റെ സെറ്റപ്പ് ഒന്ന് കാണിച്ചു തരാൻ പറഞ്ഞിട്ട് ഒരു വടിവാള് കാണിച്ചു തന്നു. ഒരു കൊടുവാള് നീളമുള്ള ഒരു വടിവാള് കാണിച്ചു തന്നു. ഇതാണ് എന്റെ സെറ്റപ്പാണിത്. നീ ഇത്ര മിണ്ടാണ്ടിക്ക്, നീ നിന്റെ വീട്ടിലേക്ക് പോ, നീ ഒന്നിനും നിൽക്കണ്ട എന്നും പറഞ്ഞ് അവന്റെ വീട്ടിലേക്ക് പോയി. പിന്നെ എന്താ സംഭവിച്ചെന്ന് അറിയില്ല. ഞങ്ങളുടെ അവിടേക്കും പോയി. എല്ലാരും ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. അവരിങ്ങനെ ഭീഷണിപ്പെടുത്തുകയാണ്, ഇങ്ങനെ മുക്കിന് പറയാണ്. ഇനിയിപ്പോ എന്നെ പൂശണം, ഇതാ ഈ കുട്ടിനെ പൂശണം. കൊല്ലപ്പെട്ട സുധാകരന്റെ വീട്ടിൽ നിന്നൊക്കെ അഖിൽ വിവരങ്ങൾ നൽകും. അഖില, മകൾ പറയുന്നത് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്നതാണ്. മകൾ അവിടെ പേടികൊണ്ട് അവിടെ വന്നില്ല, അതുകൊണ്ട് ജീവൻ രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ ഞാനും കൊല്ലപ്പെട്ടേനെ എന്നാണ് സുധാകരന്റെ മകൾ പറയുന്നത്. നാട്ടുകാരും വലിയ രീതിയിൽ പരാതി ഉന്നയിക്കുന്നുണ്ട്. പോലീസിൽ പലതവണ പരാതി ഉന്നയിച്ചിട്ടും പോലീസ് ഇടപെട്ടില്ല എന്നൊക്കെ പറയുന്നു. എന്താണ് നിലവിൽ അവിടുത്തെ അവസ്ഥ? നാട്ടുകാർ എന്താണ് പറയുന്നത്? ദിവ്യ, നിലവിൽ ഇപ്പോൾ ഈ സുധാകരന്റെ ബോഡിയുടെ ഫോറൻസിക് സംഘം അടക്കം ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അവർ ഇപ്പോൾ അവിടെ ഈ ഇൻക്വസ്റ്റ് നടപടികൾ പുരോഗമിക്കുകയാണ്. നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ആ ഓടിട്ട വീട്, അതാണ് സുധാകരന്റെ വീട് എന്ന് പറയുന്നത്. അവിടെ നിന്നും മുകളിലേക്ക് ഈ അടുത്തേക്ക് പോകുന്നതിനായിട്ട് സ്വന്തം ബൈക്കിൽ ഓടിച്ചു വരുന്നതിനിടയിലാണ് ഇതിന് തൊട്ടടുത്ത് തന്നെയുള്ള ഈ മതിൽക്കെട്ടിനുള്ള ഈ കോൺക്രീറ്റ് ഇപ്പം ദൃശ്യങ്ങളിൽ കാണുന്ന ഈ വീട്ടിൽ നിന്നും വടിവാളുമായി ഇറങ്ങി വന്ന ഈ സുധാകരനെ ചെന്താമര ആക്രമിക്കുന്നത്. ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന സുധാകരനെയാണ് വെട്ടി വീഴ്ത്തുകയായിരുന്നു. ഈ മകന്റെ അലർച്ചയും ഈ സംഭവം കേട്ടറിഞ്ഞ് ഓടി വരികയായിരുന്നു ലക്ഷ്മി, സുധാകരന്റെ അമ്മയെയും പിന്നാലെ തന്നെ വെട്ടി പരിക്കേൽപ്പിച്ചു. അതിനുശേഷം ഇവിടെ നിന്നും കടന്നു കളയുകയായിരുന്നു. എന്തായാലും പോലീസ് ഈ കൊലപാതകത്തിന് ഉപയോഗിച്ച വടിവാള് ഈ വീട്ടിനുള്ളിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. അതായത് ഈ ചെന്താമരയുടെ വീട്ടിനുള്ളിൽ നിന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഈ കൊലപാതകമായ തരത്തിൽ മുകളിലേക്ക് കയറി വരുമ്പോൾ ഈ കുറെ കാലമായി തന്നെ, അതായത് 2019 ഈ സുധാകരന്റെ ഭാര്യയെ കൊലപ്പെടുത്തിയതിനു ശേഷം മകൾ അഖില ഡിഗ്രി വിദ്യാർത്ഥിയാണ്, സെക്കൻഡ് ഇയർ വിദ്യാർത്ഥിയാണ്. ആ മകൾ അതിനുശേഷം അമ്മയുടെ വീട്ടിലാണ് താമസിച്ചിരുന്നത്. കാരണം മകൾക്ക് അവിടെ കഴിയാൻ പേടിയായിരുന്നു. മാനസികമായൊക്കെ തന്നെ കുട്ടിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം ഈ ഇത്തരത്തിൽ അമ്മയെ കൊലപ്പെടുത്തിയാൽ തന്നെ കൊലപ്പെടുത്തുമോ എന്ന ചിന്തയൊക്കെ ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ മകൾ അവിടെയാണ് കഴിഞ്ഞിരുന്നത്. അതിനിടയിലാണ് ഇപ്പോൾ ഈ സുധാകർ തിരുപ്പൂരിൽ ഡ്രൈവറായി ജോലി ചെയ്തു വരികയാണ്. അതിനിടെ ആഴ്ചയിൽ ഒരിക്കൽ വീട്ടിലേക്ക് എത്തും. അത്തരത്തിലെത്തുമ്പോൾ ഈ ക്ഷേമനിധി അടയ്ക്കേണ്ട കാര്യമുണ്ടായിരുന്നു. ആ ക്ഷേമനിധി അടയ്ക്കുന്നതിനായിട്ട് പോകുന്നതിന് വേണ്ടി മകളോട് ചോദിച്ചു, വീട്ടിലേക്ക് വരുന്നുണ്ടോ എന്ന് ചോദിച്ചു. പക്ഷേ അപ്പോൾ മകൾ നമ്മളോടത് പറഞ്ഞതാണ് അല്പസമയം മുമ്പ്. അത്തരത്തിൽ വരുന്നില്ല, അച്ഛൻ നെന്മാറയിലേക്ക് വരും, ഞാൻ നെന്മാറയിൽ നിൽക്കാമെന്ന് പറഞ്ഞു. അഖിൽ അതിനനുസരിച്ച് നെന്മാറയിൽ അച്ഛനായി കാത്തു നിൽക്കുകയായിരുന്നു. അതിന് വേണ്ടിയിട്ട് ക്ഷേമനിധിയിൽ പണം അടയ്ക്കുന്ന മകളുടെ അടുത്തേക്ക് പോകുന്നതിനായിട്ടാണ് ഈ സുധാകരൻ ഇത്തരത്തിൽ വണ്ടി എടുത്ത് പുറത്തേക്ക് ഇറങ്ങിയത്. ആ സമയത്താണ് ഇത്തരത്തിൽ സുധാകരന്റെ മുൻപിലേക്ക് ചാടി
ചാടി വീണ് ഈ വടിവാൾ കൊണ്ട് വെട്ടിക്കൊലപ്പെടുത്തിയത്. ഇത്തരത്തിൽ അതായത് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് ഒരു വ്യക്തി വൈരാഗ്യമാണ്. അതായത് ഈ ചെന്താമരയുടെ ഭാര്യ അയാളെ വിട്ട് വേർപിരിഞ്ഞു പോയിരുന്നു. അതിന് കാരണം ഈ സുധാകരന്റെ ഭാര്യയും അതുപോലെ തന്നെ ഇവിടെയുള്ള ആളുകളുമാണ് എന്നൊരു കാരണം പറഞ്ഞുകൊണ്ട് തന്നെ ആയിരുന്നു ഈ സ്മിതയെ അന്ന് കൊലപ്പെടുത്തിയിരുന്നത്. 2019 ആ കൊലപാതകം ഇതിന്റെ പേരിലായിരുന്നു. പിന്നാലെയാണ് ഈ പുറത്തിറങ്ങി 1 മാസത്തോളമായി. അപ്പോൾ പുറത്തിറങ്ങിയ സമയത്തും ഈ ആളുകളോടൊക്കെ തന്നെ നിങ്ങളെ കൊലപ്പെടുത്തുമെന്ന തരത്തിൽ ഇയാൾ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് ഒരുപക്ഷെ ദൃശ്യങ്ങളിൽ കാണിക്കാൻ സാധിക്കും. അതായത് ഈ പടിയിലാണ് അയാൾ ഇത്തരത്തിൽ കമ്പി വേലികൾ കൊണ്ട് അടച്ചിരിക്കുന്നത്. അതായത് എത്രത്തോളം ഈ ആളുകൾ അതായത് കയറിപ്പോകുന്ന പടി പോലും ഇത്തരത്തിൽ കമ്പിവേലികൾ കൊണ്ട് മൂടിയിരിക്കുന്നു എന്നുള്ളതാണ്. അത് ആരും തന്റെ വീട്ടിലേക്ക് നോക്കരുത്, ആരും വരരുത്, അത്തരത്തിലൊരു നോക്കുന്നത് പോലും അയാൾക്ക് ഇഷ്ടമായിരുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ഇവിടെ ആളുകളിൽ നിന്ന് വാക്കുകളിൽ നിന്നൊക്കെ തന്നെ മനസ്സിലാക്കാൻ സാധിച്ചത്. അത്രത്തോളം അയാൾ ഇവിടെയുള്ള ആളുകളുമായിട്ടൊരു വെറുപ്പോ അല്ലെങ്കിൽ അയാൾക്കൊരു വിദ്വേഷമോ ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് ഈ ഒരുപക്ഷെ ഈ കമ്പിവേലുകൾ പോലും സൂചിപ്പിക്കുന്ന അയാളുടെ ഒരു മനോഭാവം അല്ലെങ്കിൽ ഒരു മെന്റാലിറ്റി എന്താണ് എന്നുള്ളത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അത്തരത്തിൽ വളരെ വേദനാജനകമായ ഒരു കാര്യം തന്നെയാണ്. ആ നാടിനെ ആകെ ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ് എന്തായാലും ഇന്ന് രാവിലെ ഉണ്ടായത് എന്നുള്ളതാണ്. ഇത്തരത്തിൽ ഈ പ്രതി ഇവിടെ നിന്നും അതിനുശേഷം ഈ പ്രതി മലയിലേക്ക് കയറി പോയിട്ടുണ്ട്. ഇപ്പോൾ വ്യത്യസ്ത സംഘങ്ങളായി പോലീസ് വേർതിരിഞ്ഞ് ഈ പ്രതിയെ പിടികൂടാനുള്ള ഒരു ശ്രമം എന്തായാലും നടക്കും.